ഇക്കയില്ല. അന്നേരം ഞങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി മേളിലോട്ട് വന്ന്, അഥവാ ഇക്ക വന്നാൽ ഇക്ക കാണരുതല്ലോ. അപ്പം ഇക്ക പുറത്തോട്ട് പോയ സമയത്ത് വേണം, ഇത് മോൾ ഉറക്കം കേട്ടോ, ആ സമയത്ത് വേണമല്ലോ നമുക്ക് ബലൂൺ വീർപ്പിക്കാം. അപ്പം ഞങ്ങൾ മുകളിലോട്ട് വന്ന് ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് ബലൂണിൻ്റെ പമ്പിങ് മെഷീനൊക്കെ. അപ്പോൾ ദാണ്ട് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. ദാണ്ട് എൻ്റെ മോൻ റെഡിയാക്കാൻ പോവാം. ബലൂണൊക്കെ ഇത്രയും സെറ്റാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കേക്ക് വാങ്ങിക്കാൻ പോവാ. റെഡി ആയിട്ട് കാണാമേ. അപ്പം ഞാനൊരു വണ്ടി കയറി പോവാണ്. അങ്ങനെ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കേക്ക് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചതാണ്ട്. ഇനി ഇക്ക കാണാതെ, കാര്യം ഇക്ക വെളിയിൽ പുറത്തെവിടെയോ ഉണ്ട്. അപ്പോൾ ഇക്ക കാണാതെ വേണം വണ്ടി കിട്ടി വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ്ട് ആദം എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ വണ്ടിയുടെ ബാക്കിലെല്ലാം സെറ്റ് ചെയ്യുക കേട്ടോ. അതാണ്ട് വണ്ടിക്കകത്ത് നമ്മളിങ്ങനെ ബലൂൺ നിറച്ച് വെക്കുന്നത്. ഇക്ക കാണാതെ, ഇക്ക അറിയാതിരിക്കണം. ഇക്ക അറിയാതാണ് ചെയ്യുന്നത്. ഇനി അവിടെ കേക്കും വെക്കണം. ആദം എടുത്തുകൊണ്ട് വരുന്നു എല്ലാം. അതാണ് ഇതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തുറക്കുമ്പോൾ എല്ലാം കൂടെ പോകും. ഇവിടെ കണ്ട ഒരാൾ ബഹളം ഉണ്ടാക്കുക. എന്തുവാ ഇനിയും ഉണ്ടോ? കഴിഞ്ഞോ? നോക്കി ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ വാപ്പാക്ക് ഗിഫ്റ്റ്. അപ്പം അത് പിന്നെ കണ്ടോ, അത് അതിനകത്തോട്ടിട്ട്. അപ്പം ഞങ്ങൾ ദാണ്ട റെഡിയായി നിൽക്കുക. മോനും ഒക്കെ റെഡിയായി. കണ്ടോ ഡ്രസ്സൊക്കെ ഇട്ട് കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടി. കണ്ടോ കേറ് ഭയങ്കര ഉമ്മ വെപ്പാണേ. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ഇറങ്ങുകയാണ് വെളിയിലോട്ട്. ഇവ ടാറ്റാ ടാറ്റാ ടാറ്റാ. ഉമ്മ കഥ അടയ്ക്കുന്നു. പോകുന്ന വഴിക്ക് പിന്നെ എന്തെങ്കിലും ഒരു അടവ് കാണിച്ചിട്ട് ഡിക്കി തുറന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവ അതാണ്ട് നടുക്കിരിക്കുന്നു. ഇവയ്ക്ക് യാത്ര പോകുന്ന വലിയ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഫുഡ് കഴിക്കുമോ ഇവ? അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ സാധാരണ ഞാനൊരു യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇക്കാക്ക് അറിയാതിരിക്കുമല്ലോ. അപ്പം എങ്ങനെയെങ്കിലും ഇക്കായെ വെളിയിൽ ഇറക്കിയാൽ ഡിക്കി ഒന്ന് തുറക്കണമെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഇത് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ വാപ്പയടുത്ത് ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വാപ്പായെ വെളിയിൽ ഇറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കായെ പറഞ്ഞ് വെളിയിൽ ഇറക്കി വെള്ളവും കൊണ്ട് ഇക്ക ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് ഞാനും കൂടെ ഇറങ്ങി ഇക്കായെ വിളിച്ച് വാ എന്ന് പറഞ്ഞ് നോക്കുന്നു. അപ്പോഴേ ഇക്ക ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. കാര്യം അപ്പോഴേ ഇക്കാക്ക് അതിനകത്ത് വെട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഇക്കാക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പെതുക്കെ ഇങ്ങനെ തുറന്ന് നോക്കുക കേട്ടോ. ആകെ ഇക്ക പ്രതീക്ഷിക്കാതെ ഒരു സംഭവമില്ലേ, നമ്മൾ കഴിക്കാൻ പോകണമെന്നുള്ളൊരു മാത്രം ഒരു പ്ലാനേ ഉള്ളായിരുന്നു. ഇങ്ങനെയൊക്കെ കേക്ക് കട്ട് ചെയ്യുമെന്നോ എങ്ങനെയൊന്നുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഇക്ക നോക്കുക കേട്ടോ. അവൻ കൊടുത്തതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് വായിച്ച് നോക്കുക. ഇത് കാണുമ്പം ചെറിയൊരു കാര്യമാണെങ്കിലും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുന്ന വലിയ കാര്യം. ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഞാനിത് ഇങ്ങനെ ചെയ്ത കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വെളിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ വെട്ടമുള്ളിടത്തോട്ട് മാറി നിന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഇക്കാക്ക് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇക്ക എന്ന് പറഞ്ഞ ഹാർട്ടൊക്കെ അവരോട് പറഞ്ഞിങ്ങനെ എനിക്കങ്ങനെ ഹാർട്ടൊക്കെ വരച്ച് തരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇക്ക അതൊക്കെ വന്നിങ്ങനെ നോക്കുവാണ്. ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനൊന്നും സംഭവം ചെയ്തിട്ടില്ല. പിന്നെ ഈ സാധാരണ ചെറിയൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് കാണുമ്പം, പക്ഷെ അത് അങ്ങനെ ചെയ്ത് കൊടുത്തപ്പം അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇതാണ്. കാര്യം ഇക്ക ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തതാണെങ്കിൽ ഇക്ക അത് കണ്ടുപിടിക്കും. പിന്നെ ഇക്കാക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഇക്കാക്ക് ഡ്രസ്സായിട്ടോ വാങ്ങിച്ചു കൊടുത്തത്. അത് 2-3 ദിവസം മുമ്പേ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇക്ക അത് നീ വാങ്ങിച്ച് ഇടുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇക്കാക്ക് അത് അന്നേരം കൈ കൊടുത്തു.
പിന്നെ പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു പ്ലാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണോ ഇങ്ങനെ ഒരു ഇത് ഇതാവൊന്നുമില്ല. അപ്പോൾ ഇക്കടെ ഫേസിൽ അറിയാനുണ്ട് ഇക്കടെ ഒരു സന്തോഷം. കാര്യം ഇക്ക പ്രതീക്ഷിച്ചില്ല അത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇക്കടുത്ത് ചോദിക്കുമോ സന്തോഷമായോ എന്ന്. അപ്പോൾ ഇക്ക പ്രതീക്ഷിച്ചില്ല എന്ന് പറയുക. അപ്പോൾ പാട്ടിട്ടിട്ടുണ്ട് വണ്ടിക്കകത്ത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് വോയിസ് കേൾപ്പിക്കാഞ്ഞത്. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞങ്ങളിങ്ങനെ 2-3 കടകൾ നോക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഫുഡ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് പൊറോട്ടയും പിന്നെ മോക്ക് ദോശയൊക്കെ കേട്ടോ. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് എവിടെ പോയാലും അവസാനം പൊറോട്ടയും ഇറച്ചിയിൽ എത്തത്തുള്ളൂ. പിന്നെ മോക്ക് ദോശ വാങ്ങിച്ച്, പിന്നെ ഞങ്ങൾ പൊറോട്ടയും പിന്നെ ചിക്കൻ റോസ്റ്റും ബീഫ് ഫ്രൈ ആണ് വാങ്ങിച്ചത്. പിന്നെ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നല്ല ഫുഡായിരുന്നു. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ഇങ്ങനെ ഇടുന്നതിൻ്റേതായ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, അത് ചെറുതല്ലായിരിക്കും, നല്ലൊരു മിസ്റ്റേക്ക് കാണുമായിരിക്കും. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മിസ്റ്റേക്കൊക്കെ ഇനി അടുത്ത പ്രാവശ്യം എല്ലാം തിരുത്താൻ കേട്ടോ. പെതുക്കെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കെല്ലാം മനസ്സിലായി വരുമായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ 2ആയിട്ട് ഇട്ടത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. പിന്നെ അതുപോലെ ഇനി കുറേ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും അഭിപ്രായം അറിയിക്കണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.